നമസ്കാരം. പാർലമെന്റ് അംഗമെന്ന നിലയിൽ ജനകീയ വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിലെ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിനെതിരെ നടന്ന അതിക്രമം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള കോളിളക്കമാണ് സൃഷ്ടിച്ചത്. ഈ വിഷയത്തിൽ ഭരണകക്ഷിയായ CPM-ഉം കേരള പോലീസും ഒരുപോലെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധിക്കെതിരെ പരസ്യമായി നടന്ന ഈ ഒരു ആക്രമണത്തെ കൈകാര്യം ചെയ്ത രീതിയിലാണ് പോലീസ് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള വിമർശനം നേരിടുന്നത്. കേസെടുക്കുന്നതിലും അന്വേഷണത്തിലും ഉണ്ടായ കാലതാമസവും നിസ്സംഗതയും പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുവെന്ന ആരോപണത്തിന് ശക്തി പകരുന്നതാണ്. അതിക്രമത്തിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP നിലവിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇപ്പോൾ വിശ്രമത്തിലാണ്. മൂക്കിൻ്റെ പാലം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലുണ്ടായ ഗുരുതരമായിട്ടുള്ള പരിക്ക് താരതമ്യേന ഗൗരവമേറിയതാണ്. ഒരു ജനപ്രതിനിധിയുടെ ശാരീരികമായിട്ടുള്ള സുരക്ഷയെപ്പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ അതിക്രമങ്ങളുടെ ഒരു നേർചിത്രമായി തന്നെ ഈ സംഭവം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചികിത്സയിൽ കഴിയുമ്പോഴും അദ്ദേഹമാകട്ടെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഷാഫി പറമ്പിൽ സംഭവത്തിൻ്റെ ചൂടാറും മുൻപാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ CPM രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർത്തത്. സാധാരണയായിട്ട് ഇത്തരം യോഗങ്ങൾ പാർട്ടി നിലപാടുകൾ വ്യക്തമാക്കാനാണ് ഉപയോഗിക്കാറുള്ളതെങ്കിലും ഈ വേദിയിൽ CPM നേതാവ് EP ജയരാജൻ നടത്തിയ പരസ്യമായ പരാമർശങ്ങൾ അതിക്രമത്തെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഈ വിഷയത്തെ ഇപ്പോൾ വീണ്ടും ആളിക്കത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പാർട്ടിയുടെ മൗനാനുവാദമുണ്ട് എന്ന് സംശയിക്കാൻ പോലും പ്രതിപക്ഷത്തിന് അവസരം നൽകുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഷാഫി പറമ്പിൽ MPയുടെ മൂക്കിൻ്റെ പാലം മാത്രമാണ് ഇപ്പോൾ തകർന്നത്. ഇനി നോക്കി നടന്നില്ലെങ്കിൽ കൂടുതൽ പരിക്കുണ്ടാകും എന്ന ജയരാജൻ്റെ ആ പ്രസ്താവന ഒരു ഭീഷണിയുടെ സ്വരം ഉൾക്കൊള്ളുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം. ഈ കോൺഗ്രസിന്റെ അകത്തുള്ള കുറെ ഭീരുക്കളുണ്ട്, നെഞ്ഞൂന്തി നടക്കുന്നില്ലേ അഭ്യാസികളായിട്ട്. ഒരടി പൊട്ടിയാൽ പിന്നെ ഒരു അഭ്യാസി ഉണ്ടാവില്ല. പിന്നെ ലീഗുകാരെ പിടിച്ച് മുമ്പിലിടും. അപ്പൊ ലീഗുകാരും മാർക്സിസ്റ്റുകാരും നമ്മൾ ഏറ്റുമുട്ടും. വളരെ സന്തോഷം. കെങ്കേമം, അപാര ബുദ്ധി അതിവിടെ പ്രയോഗിക്കാമല്ലേ? ഇതിനാണല്ലോ പുറപ്പെട്ടത്. അതിനായിരുന്നല്ലോ UDF ഇവിടെ പ്ലാൻ ചെയ്തത്. കോൺഗ്രസ് UDF എന്ന് ഞാൻ പറയുന്നില്ല. എനിക്കതുകൊണ്ട് മുസ്ലിം ലീഗുകാരോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ കോൺഗ്രസിന്റെ ഈ നിലവാരമില്ലാത്ത MP ആയി എന്നുള്ളത് കൊണ്ട് നിലവാരം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്നാലെ നടന്ന് നിങ്ങൾ നാണം കെടരുത്. നിങ്ങൾ ഉയർന്ന് ചിന്തിക്കണം. ഈ കോൺഗ്രസിൽ എങ്ങനെ താങ്ങി നടക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് കേരളത്തിനും കേരള രാഷ്ട്രീയത്തിനും ഈ പ്രദേശത്തിനും ഗുണകരമാണോ? ഇത്തരത്തിലുള്ള നടപടികൾ ഗുണകരമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഒരു പ്രശ്നവുമില്ലാത്ത ശാന്തമായ ഒരു പ്രദേശം. ആ പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുക. കെങ്കേമൻ കേട്ടോ. ഇത് സൂക്ഷിച്ചിങ്ങനെ പോയാ മതി. മൂക്കിന്റെ വാലേ പോയിട്ടുള്ളൂ. ഇപ്പൊ പോകുമ്പോ സൂക്ഷിക്കണം. എന്തടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? ഞങ്ങൾ ഇതിങ്ങനെ നോക്കി നിൽക്കും. എന്നാൽ ഈ പരാമർശത്തിന് കണക്കിന് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. വിശ്വാസ സംരക്ഷണ യാത്രയോടനുബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മുരളീധരൻ EP ജയരാജന് കണക്കിന് കൊടുത്തത്. ഷാഫിയെ ഒരു തവണ കൂടി ഒന്ന് തൊട്ടുനോക്ക്, ഞങ്ങൾ കളി പഠിപ്പിക്കുമെന്ന് മുരളി ഇവിടെ CPM-നും ജയരാജനും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ആ വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. പേരാമ്പ്രയിലെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ് സ്ഫോടന വസ്തു എറിഞ്ഞു എന്നുള്ളത്. അവിടെ അങ്ങനെ യാതൊരു സംഭവം ഉണ്ടായതായി ഞങ്ങളുടെ ശ്രദ്ധയിലൊന്നും അന്ന് പെട്ടിരുന്നില്ല. മാത്രമല്ല MP-യെ തല്ലിയതിൽ പാളിച്ച പറ്റി എന്ന് റൂറൽ SP പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രീ സജീവ് ഇങ്ങനെ ഒരു ഇല്ലാക്കഥയുണ്ടാക്കി. അതിനെ തുടർന്നാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ആക്ഷനിലേക്ക് ഗവൺമെൻറ് പോയത്. ഇന്നലെ EP ജയരാജൻ പറഞ്ഞത് ഇപ്പോൾ മൂക്കിൻ്റെ എല്ലിന് മാത്രമേ കുഴപ്പമുണ്ടായിട്ടുള്ളൂ, ഇനി ശരീരത്തിനും കുഴപ്പമുണ്ടാവുന്നതാണ്. അപ്പോൾ കലാപത്തിൻ്റെ ആഹ്വാനമാണ് ഇന്നലെ EP ജയരാജൻ നടത്തിയിട്ടുള്ളത്. അതിന് ഞങ്ങൾ സമാധാനപ്രിയരാണൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ MP-യെ ദ്രോഹിക്കാൻ വന്നാൽ, ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകനെ ഇതുപോലെ തല്ലാനും പിടിക്കാനും വന്നാൽ ഇനി ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. നിയമം വേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി കയ്യിലെടുക്കും. അതിൽ ഞങ്ങൾക്ക് ആരും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് പേരാമ്പ്രയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നടന്നത് CPM-ന്റെ ഗുണ്ടായിസാണ്. ആ ഗുണ്ടായിസത്തിന് പോലീസ് കൂട്ടുന്നു. അല്പം മനുഷ്യത്വം കാണിച്ച റൂറൽ SP-നെ
ഇന്നലെ ഭീഷണിപ്പെടുത്തുന്ന പ്രസംഗമാണ് EP രാജന്റെയും TP രാമകൃഷ്ണന്റെയും ഭാഗത്തുനിന്നുണ്ടായത്. ഇന്ന് ശക്തമായിട്ടുള്ള സമരത്തിന് UDF അവിടെ നേതൃത്വം കൊടുക്കുകയാണ്. ശ്രീ പ്രവീൺ കുമാറിന്റെയും അതുപോലെ അഹമ്മദ് പുന്നക്കലിന്റെയും നേതൃത്വത്തിൽ ശക്തമായി അവിടെ UDF പ്രതിരോധിക്കും. MP തല്ലിയ പോലീസുകാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് പോകും. ജയരാജൻ ഇപ്പോൾ 75 കഴിഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവായപ്പോൾ പിണറായിൻ്റെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടി കെഞ്ചുന്ന ഒരു സഖാവിൻ്റെ ദയനീയ വിലാപമായിട്ട് മാത്രമേ ഞങ്ങൾ ഇന്നത്തെ പ്രസ്താവനയെ കാണുന്നുള്ളൂ. അതിനെ പരമ പുച്ഛത്തോടെ ഞങ്ങൾ തള്ളിക്കളയാണ്. ഞങ്ങളെ തൊടാൻ വന്നാൽ, ഒരു പ്രവർത്തകനെ തൊടാൻ വന്നാൽ ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. അടിവരായിട്ട് പറയുന്നു, നിയമം കയ്യിലെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ കയ്യിലെടുക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ശ്രീ OJ ജനീഷിന്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം.